ഇടയിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷനാണ്. കാരണം ഈ പദ്ധതി നടക്കുന്നുമില്ല, പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. നിരവധി വർഷങ്ങളായി ഈ ഭൂമി വിൽക്കാനോ വാങ്ങാനോ ഇതൊന്ന് പണയപ്പെടുത്താനോ മകളുടെ വിവാഹത്തിന് ഒരു ലോൺ എടുക്കാൻ പോലും പറ്റാതെ ഈ സാധാരണക്കാരായ ആളുകൾ മുഴുവൻ വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് ഏതായാലും പദ്ധതി ഉപേക്ഷിച്ചതുകൊണ്ട് ആ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റും അംഗീകാരം തന്നില്ല. ഞങ്ങളതിനെ എതിർത്ത് സിൽവർ ലൈൻ എതിർത്ത് ഞങ്ങൾ സമരം ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് റദ്ദാക്കാനും ഈ ഭൂമി ഏറ്റെടുക്കൽ നോട്ടിഫിക്കേഷൻ ഡീനോട്ടിഫൈ ചെയ്യാനുമുള്ള സുപ്രധാനമായ തീരുമാനമെടുത്തിട്ടുണ്ട്. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ നിലനിൽക്കുന്ന കേസുകൾ അത് ആഭ്യന്തര വകുപ്പ് അത് പരിശോധിച്ച് ആ കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള കേസുകളുടെ സ്വഭാവം അനുസരിച്ച് അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ശുപാർശകൾ കോടതിയാണ് അത് അനുമതി നൽകേണ്ടത്. കോടതിയിലേക്ക് ഗവൺമെൻറ് അതിനുള്ള ശുപാർശ കോടതിക്ക് മുൻപാകെ നമ്മൾ സമർപ്പിക്കാൻ തീരുമാനിച്ചു. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീക്കം ചെയ്യാം, മഞ്ഞക്കുറ്റികളെല്ലാം മാറ്റും. പിന്നെ രണ്ടാമത് PSCയുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് നമുക്ക് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇപ്പോൾ അവസാനിക്കുന്നതും 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിപ്പിക്കുന്നതുമായ എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCയോട് റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്, അത് പറയാം, വിശദാംശങ്ങൾ പിന്നീട് പറയാം. അതിൻ്റെ അകത്ത് സാധാരണ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഈ ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് ഒരു അപ്പോയിൻമെൻറ്റും നടന്നില്ല, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് നടന്നിട്ടില്ല. അപ്പോൾ പല പട്ടികകൾക്കും അത് പ്രയാസമായി, വലിയ ബുദ്ധിമുട്ടായി. കുട്ടികളൊക്കെ ഭയങ്കര സങ്കടവും പ്രയാസമൊക്കെ ഉണ്ട്. അവരുടെ ചെറുപ്പക്കാരുടെ ഉദ്യോഗാർത്ഥികളുടെ വികാരം മാനിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം സർക്കാർ എടുത്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു തീരുമാനമാണ്. അതുപോലെ നമ്മുടെ മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം, UDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിവിധ വകുപ്പുകൾക്കായി തിരിച്ച് ആ വകുപ്പുകൾ ഈ മാനിഫെസ്റ്റോ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ വകുപ്പിനും മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കം, അതായത് വിഷൻ 2031 എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. 2031 ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മാനിഫെസ്റ്റോയിൽ ജനങ്ങളോട് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ജൂൺ 1 മുതൽ 100 ദിവസക്കാലം ഏറ്റവും അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കർമ്മ പരിപാടി കൂടി വരും 100 ദിവസത്തേക്ക്. ജൂൺ 1 മുതലുള്ള 100 ദിവസത്തേക്ക് അതിനെ ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന പ്രൊപ്പോസൽസ് വിവിധ വകുപ്പുകളിൽ നിന്ന് വളരെ കിട്ടും. അത് തയ്യാറാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് തീർക്കാൻ പറ്റാവുന്ന മുഴുവൻ കാര്യങ്ങളും, ചിലപ്പോൾ ചെറിയ ഇൻ്റർവെൻഷൻ കൊണ്ട് തീർക്കാം, ചിലപ്പോൾ ചില വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് തീർക്കാൻ പറ്റും. ഒരുപാട് നാളുകളായി കിടക്കുന്ന പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന വിഷയങ്ങളെല്ലാം 100 ദിവസത്തെ കർമ്മ പരിപാടി കൊണ്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്.
മാനിഫെസ്റ്റോ നടപ്പാക്കും. മാനിഫെസ്റ്റോ നടപ്പാക്കുന്നതിൻ്റെ ആദ്യ ഭാഗമായിട്ടാണ് അതിൻ്റെ അകത്ത് 100 ദിവസം കൊണ്ട് തീർക്കാവുന്ന കർമ്മപരിപാടികൾ കൂടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പിന്നെ പത്മ പുരസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, ശുപാർശ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കേന്ദ്ര ഗവൺമെൻറ്റാണ് നൽകേണ്ടത്, സ്റ്റേറ്റിന് ശുപാർശ ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഹൈക്കോടതിയിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെ നിയമിച്ചിട്ടുണ്ട്. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ നിയമിച്ചിട്ടുണ്ട്. അല്ല, അതിപ്പോൾ ഞങ്ങളത് സ്റ്റഡി ചെയ്യുകയാണ്. ഒരു സ്പീഡ് കോറിഡോറിന് പാരിസ്ഥിതികമായോ സാമ്പത്തികമായോ കേരളത്തെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു അതിവേഗ ഇതിന് നമ്മളെതിരല്ല. നമ്മളിതിനെ എതിർക്കാൻ കാര്യം അതിനൊരു പ്രോപ്പർ DPR പോലും ഉണ്ടായിരുന്നില്ല. പാരിസ്ഥിതികമായ ദുരന്തമായിരുന്നു അത് നടപ്പാക്കിയിരുന്നെങ്കിൽ സിൽവർ ലൈൻ. കാരണം 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിലെ എംബാങ്ക്മെൻ്റ് ആയിരുന്നു. കേരളത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ സ്റ്റേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പാണ് കേരളം, അല്ലേ? അവിടെ നിന്ന് നദികൾ ഒഴുകി താഴേക്ക് വന്ന് കടലിൽ പതിക്കുന്ന ഒരു സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ്. അതിനിടയിൽ 30 അടി ഉയരത്തിൽ 300 കിലോമീറ്റർ ദൂരം എംബാങ്ക്മെൻറ്റ് പണിയുക എന്ന് പറഞ്ഞ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നില്ല. അത് എൻവയൺമെൻറ്റ് ഡിസാസ്റ്റർ ഉണ്ടാവുമായിരുന്നു, പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാവുമായിരുന്നു, ഇല്ലേ? പിന്നെ 200 കിലോമീറ്റർ ദൂരം 10 അടി ഉയരത്തിൽ മതിലായിരുന്നു. ഇപ്പം മൺസൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ ട്രെയിൻ മാത്രമല്ല ബോട്ട് കൂടി ഓടിക്കായിരുന്നു. ആ സ്ഥിതിയാണ്. അത് നമ്മൾ വളരെ നന്നായി UDFൻ്റെ ഒരു സബ് കമ്മിറ്റി പഠിച്ച് UDFൽ കൊണ്ടുവന്നപ്പോൾ, എന്നിട്ട് ഞാൻ രണ്ടാമത് അത് കൊടുത്തുവിട്ട് എല്ലാ പാർട്ടികളും ഒന്നും കൂടി സ്റ്റഡി ചെയ്ത് വരാൻ. അങ്ങനെ ഞങ്ങൾ എക്സ്പേർട്സുകളുമായി സംസാരിച്ച് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സിറ്റിംഗ് നടത്തി, റെയിൽവേ എക്സ്പേർട്സ്, ഫിനാൻഷ്യൽ എക്സ്പേർട്സ്, എൻവയൺമെൻറ്റ് എക്സ്പേർട്സുമായിട്ട് സംസാരിച്ചിട്ട് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് നടപ്പാക്കരുത്. അതുകൊണ്ടാണ് പിന്നെ ഗവൺമെൻറ് അത് വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ആ നോട്ടിഫിക്കേഷൻ ഇപ്പോഴും അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ശിക്ഷ പോലെ സമരം ചെയ്തതിനുള്ള പാവങ്ങൾക്കുള്ള ശിക്ഷ പോലെ ആ നോട്ടിഫിക്കേഷൻ വേണ്ടാന്ന് പദ്ധതി ഉപേക്ഷിച്ചു. ഒറ്റ ഓർഡർ ഇറങ്ങിയാൽ മതി ഡീനോട്ടിഫൈ ചെയ്യാൻ. അവർക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ, മകളുടെ കല്യാണത്തിന് അല്ലെങ്കിൽ വീട്ടിലൊരു ആവശ്യത്തിന് ഭൂമി പണയം പോലും വയ്ക്കാൻ പറ്റാത്ത പാവങ്ങളാണ്. കരച്ചിലാണ് എപ്പോഴും, സങ്കടങ്ങൾ. അപ്പോൾ ഞങ്ങൾ പുതുയുഗ യാത്രയുമായി പോയ സമയത്ത് അവരുമായിട്ട് ഞങ്ങൾ ഇൻട്രാക്ഷൻ നടത്തിയിരുന്നു. അത് പോയ ജില്ലകളിലെല്ലാം അവർ പരാതി പറഞ്ഞിരുന്നു. അത്തരം പരാതികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റാവുന്ന പരാതികളാണ്. അതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വേഗത അക്കാര്യത്തിലുണ്ട്. ഒരു കാര്യം, ആദ്യത്തെ കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്, മുഴുവൻ കേൾക്കുന്നത് ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെന്ന് തടസ്സപ്പെടുത്താൻ പറ്റുമോ? പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്ക് അറിയില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആകുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് രണ്ടുപേരും. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സത്യമായിട്ടും ആണെന്നേ. എനിക്ക് സന്തോഷമാണ്, നിറഞ്ഞ മനസ്സോടുകൂടിയല്ലേ പറയണത്. അവരെ ഓർക്കണ്ടേ മാതാപിതാക്കളെ. അമ്മയെ ഞാൻ മനസ്സിലും വിചാരിച്ചു. അച്ഛൻ്റെ പേരും പറഞ്ഞു. അമ്മയുടെ പേര് പറയാൻ സ്കോപ്പില്ല അവിടെ, അതുകൊണ്ടാണ്. ഇല്ലേ അമ്മയുടെ പേര് കൂടി പറഞ്ഞത്. അച്ഛൻ്റെ അമ്മയുടെ പേര് പറയുന്ന അഭിമാനമാണ്. ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്, പരാതികളുണ്ട് വ്യാപകമായി. ഇപ്പം എൻ്റെ നിയോജകമണ്ഡലത്തിൽ പോലും വ്യാപകമായ പരാതികളുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ അതിൻ്റെ യോഗം വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ 3 ദിവസമോ? അതെങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞു, അന്ന് രാത്രി ചർച്ചകൾ നടത്തി, ഇത് പൂർത്തിയായി ലിസ്റ്റ്. ഇന്നലെയാണ് അറിയുന്നത് ഗവർണർ സ്ഥലത്തില്ലാന്ന്. ഗവർണർ രാവിലെ തൃശ്ശൂരിലേക്ക് പോയി, അദ്ദേഹം രാത്രിയാണ് വന്നത്.
ഇന്ന് രാവിലെ ഗവർണർക്ക് സമർപ്പിച്ചു. എവിടെയാ വൈകിയത്? നേരിട്ട് കൊടുത്തു, ഗവർണർക്ക് കൊടുത്തു. അല്ലെ ഗവർണർ അവിടെ നിന്ന് അപ്രൂവൽ വേണ്ടേ? അല്ലെങ്കിൽ അവിടെ എന്ത് തർക്കം? മിനിങ്ങാന്ന് രാത്രി തീർന്നു. നിങ്ങൾ എഴുതിയതിന് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറയും ഫിഷറീസിൻ്റെ തർക്കമാണ് എന്ന് പറഞ്ഞ് പല വാർത്തകളും വന്നു. ആ വിഷയങ്ങളൊക്കെ UDF ചർച്ചകളിലൊക്കെ മന്ത്രിസഭ സത്യപ്രതിജ്ഞയ്ക്ക് വന്ന UDFൻ്റെ ചർച്ചകൾ പൂർത്തിയായി. ഏത് മന്ത്രിസഭാ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് 10 ദിവസം കൊണ്ട് വരുന്ന കോൺഗ്രസിൻ്റെ മന്ത്രിസഭാ ലിസ്റ്റ് 24 മണിക്കൂർ കൊണ്ട് വന്നു. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ, അങ്ങനെയാണ് രാത്രി സാധാരണ 48 hours എടുക്കാറുണ്ട്. ഇത് അതും എടുത്തില്ല. ഇന്നലെ മിനിയാന്ന് രാത്രി ഇച്ചിരി വൈകിയാണ് തീരുമാനമായത്. കാരണം ഡൽഹിയിൽ നിന്നുള്ള എല്ലാം അപ്രൂവലെല്ലാം വാങ്ങിച്ചിട്ടാണ് ചെയ്തത്. പൂർത്തിയായി. ഇന്നലെ ഗവർണർ ഇല്ലയെന്ന് നമുക്ക് അറിയില്ല. സത്യത്തിൽ ഗവർണർ ഇല്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് രാവിലെ കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുത്തു. അതിന് ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഭയങ്കരമായിട്ടാണ്. ഇല്ല ഒരു വിഷയം ഉണ്ടായി. അതൊക്കെ 3 ദിവസം 4 ദിവസം മുമ്പ് സെറ്റിൽഡാണ് ആ വിഷയം. ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ തിണ്ണയിറങ്ങാൻ പോകില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് എവിടെന്നെങ്കിലും ഒരു തിന്ന് കോട്ട് ചെയ്ത് കാണിച്ചു. ഞാൻ പണ്ട് ഉപദേശിച്ചിട്ടുണ്ട് നേതാക്കളോട്, തിണ്ണയിറങ്ങാൻ പോയിരുന്നു. എന്താ ബിഷപ്പ് ഹൗസിൽ പോയാൽ എന്താ കുഴപ്പം? ഞാൻ എപ്പോഴും പോകാറുണ്ടല്ലോ, എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ടല്ലോ. ഞാൻ ശിവഗിരിയിൽ പോകുന്നുണ്ടല്ലോ. മഠാധിപതികളെല്ലാം എന്നെ കന്റോൺമെൻറ് ഹൗസിൽ വന്ന് സന്ദർശിച്ചിരുന്നു. ശിവഗിരി എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിരുന്നു. എത്രയോ ആളുകളാണ് വരുന്നത്. ഇപ്പം ഞാൻ എന്താവശ്യത്തിലാണ് അവിടെ പോയത്? ഞാനിവിടുത്തെ ക്ലീമീസ് ബാവയെ കണ്ടിരുന്നു. കർദിനാളാണ് അദ്ദേഹം. ഞാൻ നെറ്റോ പിതാവുമായിട്ട് ഭയങ്കരമായ ഹൃദയബന്ധമുള്ള ഒരാളാണ്. എനിക്കിഷ്ടമുള്ളവരെയൊക്കെ ഞാൻ പോയി കാണുന്നതിന് നിങ്ങൾക്കെന്താ പ്രശ്നം? അതിന് അവിടെ പോയിട്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ ജയിച്ചു. പിന്നെ ഇപ്പോൾ അവിടെ പോയി തിന്നിറങ്ങണം എന്തിനാ? സാധാരണ ഇലക്ഷൻ ജയിക്കാനും വേറെ കാര്യത്തിനല്ലേ തിന്നിറങ്ങണം എന്ന് പറഞ്ഞത്. ജയിച്ചിട്ടാണ് പോയി കാണുന്നത് അവരോടൊക്കെ. അത് എല്ലാ സ്ഥലങ്ങളിലും പോകും, എല്ലാവരെയും കാണാൻ പോകും. എല്ലാവരെയും എന്നെ വഴക്ക് പറഞ്ഞവരെയൊക്കെ കാണാൻ പോകും. അതിനെന്താ പോകണ്ടേ? എല്ലാവരെയും ഞാൻ ആരെയും പേരൊന്നും പറഞ്ഞില്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നേ. അതിനെന്താ? ഞാൻ ചോദിക്കട്ടെ, നമ്മളങ്ങനെ വേണ്ടേ? നിങ്ങളെന്താ പറയണത്? ഞാൻ ആളോട് മിണ്ടില്ല, ഇന്ന ആളോട് സംസാരിക്കില്ല, പണ്ട് എന്നോട് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നോട് മോശം പറഞ്ഞിട്ടുണ്ട് ആളോടും. ഞാൻ ഈ പൊസിഷനിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യാമോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ എല്ലാത്തിനോടും ക്ഷമിക്കാൻ പറ്റണം നമുക്ക്. ഞാൻ മനസ്സിലൊരു വിഷമവും കൊണ്ടുനടന്നിട്ടില്ല. പക്ഷെ ഞാനന്ന് പറഞ്ഞത് UDFനെയും കോൺഗ്രസിനെയൊന്നും പറഞ്ഞില്ല, എന്നെയാണ് പറഞ്ഞത്. എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്. അത് മാറ്റണം, ആ ഇഷ്ടക്കേട് മാറ്റണം. എല്ലാവരുമായിട്ട് നല്ല ബന്ധം വേണം. അതിനെന്താ? പക്ഷെ നിലപാടിൽ മാറ്റമില്ല. നിലപാടിൽ ഒരു മാറ്റമില്ല. അതിശക്തമായ സെക്യുലർ നിലപാടാണ്. ഒരു നിലപാടിലും മാറ്റമില്ല. ആര് വർഗീയത പറഞ്ഞാലും അതിനെ എതിർക്കുകയും ചെയ്യും. ആര് വർഗീയത പറഞ്ഞാലും അതിനെ എതിർക്കും, ഉറപ്പായിട്ട് എതിർക്കും. അത് UDFൻ്റെ സ്റ്റാൻഡാണ്. UDFൻ്റെ അഡമൻ്റായിട്ടുള്ള സെക്യുലർ സ്റ്റാൻഡാണ്. ഒരു കോംപ്രമൈസും ഇല്ല ആ കാര്യത്തിൽ. പക്ഷേ എല്ലാവരും അവർക്കൊക്കെ ഒരു വിഷമം വന്നാൽ ആദ്യം നമ്മൾ ഓടിയെത്തും, അന്വേഷിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നത് മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമപ്രവർത്തകരിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നത് മാധ്യമങ്ങളിൽ ഇല്ലേ? ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നത് വനിതാ മാധ്യമപ്രവർത്തകരില്ലേ? സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടിയുള്ള സ്ഥലമായി സോഷ്യൽ മീഡിയ മാറി. ആരെയും അപമാനിക്കരുത്. ഞങ്ങളുടെ നിലപാട് നേരത്തെ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ് നിലപാട്. ഒരു സ്ത്രീയെയും ഒരാളെയും അപമാനിക്കരുത്. ആളുകളെ അപമാനിക്കാനുള്ള സ്ഥലമല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അത് ചെയ്യരുതെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന എല്ലാ ആളുകളോടും. എത്രയോ മാധ്യമപ്രവർത്തകരാണ്, സ്ത്രീകളായ മാധ്യമപ്രവർത്തകരാണ് എന്തെല്ലാം മോശമായ വാക്കുകൾ ഉപയോഗിച്ചാണ് അവരെ അവമാനിക്കുന്നത്. അതിൻ്റെയൊക്കെ കേന്ദ്രം എവിടെ നിന്നായിരുന്നു എന്നും കൂടി അന്വേഷിച്ചു നിങ്ങൾ. എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുക.
എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ കിഫ്ബിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിനാൻസുമായിട്ട് കൂടി ബന്ധപ്പെട്ടതല്ലേ. അല്ല, അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരുമാനം എടുത്തിട്ടില്ല. തീരുമാനം എടുത്താൽ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളോടെ പറയുള്ളൂ. അല്ലാതെ ചെയ്യാൻ പറ്റും. വഴിയിൽ ഉപേക്ഷിച്ചില്ലേ, പോയില്ലേ, ആ പൈസ പോയി. അല്ല, എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്താണ് അവർ ചെയ്യുന്നത്, എന്ത് വർക്കാണ് അവർ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും അവരുടെ മീറ്റിംഗൊക്കെ വിളിച്ചിട്ടുണ്ടല്ല. നമുക്ക് അത്ര സമയമല്ലേ. അല്ല, പരിശോധിക്കപ്പെടേണ്ട കാര്യം അതിൻ്റെ സ്റ്റേറ്റസ് എന്താണെന്ന് നോക്കണം, ലീഗൽ സ്റ്റേറ്റസ് എന്താണെന്ന് നോക്കണം. ഒരു ഗവൺമെൻറ് എഗ്രിമെൻ്റ് വെച്ചതാണ്. അപ്പോൾ അത് നോക്കണം. നോക്കിയിട്ട് ഞാൻ അത് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അതിൻ്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒന്ന്, ഈ വകുപ്പുകളൊക്കെ ഇപ്പോൾ ഇന്ന് വരുമല്ലോ. ഇന്ന് വകുപ്പ് വന്നിട്ടല്ലേ ഏത് വകുപ്പ് മന്ത്രിയാണെന്ന് അറിയുള്ളൂ. എന്നിട്ടല്ലേ നമുക്ക് അത്രയും ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതല്ലേ ഞാൻ പറഞ്ഞത്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാബിനറ്റ് ഡിസിഷൻ പറയാമല്ലോ. ക്യാബിനറ്റിൽ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ജൂൺ 15 മുതൽ അത് നടപ്പാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കും നടപ്പാക്കുന്നതിന് മുമ്പ്. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. ഇനി അത് ക്യാബിനറ്റിൽ പോകേണ്ട ആവശ്യമില്ല. അത് മറ്റേ ട്രാൻസ്പോർട്ട് വകുപ്പും ഒക്കെ ആയിട്ട് ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസ് തയ്യാറാക്കും. Today's cabinet we have decided to denotify the Silver Line project, and all the acquisition process will be denotified. This project, Silver Line project, will be cancelled, and we will recommend to the concerned authorities to withdraw all the cases connected with this Silver Line agitation. And we have asked the Revenue Department to remove all the border signals for acquiring this land. And number 2, we have decided to extend the PSE lists, including the lists which is ending on 31st August. It will be extended to 26 November 30th. Then our manifesto. We have divided the promises in the manifesto to the various departments. And we asked to report how can we implement this promises given to the people of Kerala. And there should be a 100 days programs which starts on 1st of June to cure the immediate issues, to address the immediate issues. Within 100 days, we will solve those issues reported by the various departments. And we have constituted a cabinet subcommittee to recommend for the Padma awards to the central government. ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട് മരണപ്പെട്ട കൊല്ലത്തെ വേണുവിൻ്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം കൊടുക്കാൻ തീരുമാനിച്ചത്. അത് മെഡിക്കൽ നെഗ്ലിജൻസ് ആണെന്നുള്ള റിപ്പോർട്ടും വന്നിട്ടുണ്ട്. എൻ്റെ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തിന് ഒരു 5 ലക്ഷം രൂപ ധനസഹായമായി ഒരു പ്രത്യേക കേസായിട്ട് പരിഗണിച്ചിട്ടാണ്. മെഡിക്കൽ നെഗ്ലിജൻസാണ് അത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. We will think about that. We are not against the high-speed rail project. We oppose the Silver Line project because it was a environment disaster, and economically it was not viable. There was not even a detailed project report. So we have studied in detail. The UDF opposed the Silver Line project. Now the government itself, the last government itself, they have given up this project also. Now there is no project. I think the K Rail started to
discuss about the new projects. But unfortunately, the land acquired by the government was not denotified. So the people were suffering. They cannot sell or buy the property or pledge the property. They were in trouble. So we have decided to denotify all the acquisition process. There was some controversy related to singing of Vande Mataram in your swearing-in ceremony, the entire one. And the left had criticized it, saying it's against the sentiment. Without our knowledge, it was happened. It was from the directions from the Lok Bhavan. We didn't have any idea about that. We thought that it was national anthem at the initial stage. At the end of the function, national anthem again. That was the convention. We didn't have an idea about that. KSRTCയുടെ പെൻഷൻ എല്ലാ മാസവും 5-ാം തീയതി നൽകുന്നതാണ്. ഇത്തവണ അത് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതി ഉണ്ട് അവർക്ക്. അത് കൊടുക്കാനായിട്ട് ആവുന്നുള്ളൂ. അല്ല വന്നല്ലോ ഇപ്പോൾ വി ലുക്ക് ഇൻ ടു ദാറ്റ്. നമ്മളത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും ഉറപ്പായിട്ടും. ഞാനിത് അവരോട് പെൻഷൻ സംഘടന അവരെന്നെ കാണാൻ വരുന്നുണ്ട്, അവരെ സംസാരിക്കും. മുതിർന്ന IAS ഉദ്യോഗസ്ഥരെയൊക്കെ ചിലർ കഴിഞ്ഞ കാലത്ത് നടപടിക്ക് വിധേയമായി അവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ പുനഃപരിശോധന ഉറപ്പായിട്ട് പുനഃപരിശോധിക്കും. അതിനകത്ത് എന്തെങ്കിലും തീരുമാനം അല്ല, കേസ് ബൈ കേസായിട്ട് പുനഃപരിശോധിക്കും, തീരുമാനമെടുക്കും. അത് ക്യാബിനറ്റിലല്ല, തീർച്ചയായിട്ടും പുനഃപരിശോധിക്കും. നോക്കാം, നമുക്ക് പരിശോധിക്കാം. I express my gratitude towards all the people, those who are in abroad. And you know that across the world there is a large Malayali diaspora. They have been eagerly waiting for the results of this assembly election. And after the election, they have been waiting for the appointment of the CM also. And I am very grateful to all the Malayali communities across the world. Any new plans for investment that you would like? Definitely, it is mentioned in our manifesto. They will be participated in our coming projects, definitely. And we will think about the utility of the remittance also. And I am very much afraid that the remittance is reducing, because the people, those who are going to the Europe, except the GCC countries, are not sending anything to Kerala. Only the people, those who are in the Gulf, are sending money. Remittance is only from Gulf. The people are now going to the European countries. And it has to be considered very seriously about the reverse remittance also. There are 4 million workers from other states are working in Kerala. 4 million. They are not spending, they are spending very little amount here. This amount is, I'm not saying the siphoning about, but it is going out. That is a reverse remittance. When remittance is coming from abroad, there is a reverse remittance. No government has studied so far. We are going to study it in detail, because it affected the economy. Because money circulation is very important in the economy. If money is not there, the liquidity crunch will be there. That will affect the circulation of the money. It will affect the economy also. So we are very seriously thinking about for the alternative thinking to stimulate the economy. Investment-friendly plans? There are investmentally friendly plan, the MSMEs, many projects. Yeah. Within 3 to 6 months, I am hopeful that we can declare some dream projects. Thank you.